ഹായ് ഓൾ വെൽക്കം ടു ഫുട്ബോൾ അരീന. അടുത്ത മത്സരത്തിൽ ബ്രസീലിൻ്റെ എതിരാളികൾ നോർവേയാണ്. വരുന്ന ജൂലൈ 6-ാം തീയതി അർദ്ധരാത്രിയാണ് ഈ മത്സരം നടക്കുക. ഈ മത്സരത്തിൽ നെയ്മർ കളിക്കുമോ എന്നുള്ളതാണ് ആരാധകർ ഉറ്റുനോക്കുന്ന കാര്യം. കഴിഞ്ഞ മത്സരത്തിൽ നെയ്മർക്ക് കളിക്കാൻ കഴിഞ്ഞിരുന്നില്ല. അത് നെയ്മർ ആരാധകരെ സംബന്ധിച്ചിടത്തോളം ഒരല്പം നിരാശ നൽകുന്ന കാര്യമാണ്. നോർവേക്കെതിരെയുള്ള മത്സരത്തിൻ്റെ സ്റ്റാർട്ടിംഗ് 11-ൽ നെയ്മർ ഉണ്ടാവാൻ സാധ്യത കുറവാണ്. പകരക്കാരൻ്റെ വേഷത്തിലായിരിക്കും അദ്ദേഹം കളിക്കുക. ഇനിയിപ്പോൾ ലുക്കാസ് പക്കേറ്റയുടെ സ്ഥാനത്ത് കാർലോ ആഞ്ചലോട്ടി നെയ്മർ ജൂനിയറെ ഉപയോഗപ്പെടുത്തുമോ എന്നുള്ളതൊക്കെ കാത്തിരുന്ന് കാണേണ്ട കാര്യമാണ്. ഏതായാലും ഈ മത്സരത്തിന് മുന്നേ നോർവേയുടെ പരിശീലകനായ സ്റ്റെയിൽ സോൾബക്കൻ ഇപ്പോൾ നെയ്മർ ജൂനിയറെ കുറിച്ച് സംസാരിച്ചിട്ടുണ്ട്. അതായത് നെയ്മർ വളരെയധികം അപകടകാരിയാണ്. മത്സരത്തിൽ അദ്ദേഹം എപ്പോൾ വന്നാലും അദ്ദേഹത്തെ നേരിടാൻ തങ്ങൾ റെഡി ആയിരിക്കും എന്നാണ് സോൾബക്കൻ ഇപ്പോൾ പറഞ്ഞിട്ടുള്ളത്. നോർവേ പരിശീലകന്റെ വാക്കുകൾ ഇങ്ങനെയാണ്: നെയ്മർ വളരെയധികം അപകടകാരിയായ ഒരു താരമാണ്. ബാക്കിയുള്ള ബ്രസീലിയൻ താരങ്ങൾ എല്ലാവരും അദ്ദേഹത്തെ ഒരു റോൾ മോഡലായിക്കൊണ്ടാണ് പരിഗണിക്കുന്നത്. മാത്രമല്ല, കളിക്കളത്തിലേക്ക് എത്തിയാൽ ഉടൻ തന്നെ അദ്ദേഹം മറ്റു താരങ്ങളുമായി ഇഴകിച്ചേരുന്നത് കാണാൻ സാധിക്കും. മത്സരത്തിൽ നെയ്മർ ജൂനിയർ സ്റ്റാർട്ട് ചെയ്യില്ല എന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. പക്ഷേ അദ്ദേഹം എപ്പോൾ വന്നാലും അദ്ദേഹത്തെ നേരിടാൻ ഞങ്ങൾ റെഡിയായിരിക്കും. ഞങ്ങൾക്ക് നെയ്മറെ നന്നായി അറിയാം. അദ്ദേഹത്തിൻ്റെ സ്കില്ലുകളും ട്രിക്കുകളും എൻ്റെ താരങ്ങൾക്ക് വിവരിച്ച് നൽകുക എന്നുള്ളത് ബുദ്ധിമുട്ടാണ്. കാരണം എപ്പോഴും പുതിയ ട്രിക്കുകൾ കൊണ്ടാണ് അദ്ദേഹം കളിക്കളത്തിലേക്ക് വരിക. ഇതാണ് നോർവേയുടെ പരിശീലകൻ പറഞ്ഞിട്ടുള്ളത്. പരമാവധി നെയ്മർ ജൂനിയറെ തടഞ്ഞു നിർത്താൻ തങ്ങൾ ശ്രമിക്കും. നെയ്മറുടെ പുതിയ ട്രിക്കുകൾ അത് തടയാനുള്ള മാർഗങ്ങൾ ഒന്നുമില്ല. കാരണം ഓരോ മത്സരത്തിലും വ്യത്യസ്ത ട്രിക്കുകൾ അദ്ദേഹം കൊണ്ടുവരുന്നു എന്നൊക്കെയാണ് ഇപ്പോൾ എതിർ പരിശീലകൻ പറഞ്ഞിട്ടുള്ളത്. ഈ വേൾഡ് കപ്പിൽ വളരെ കുറഞ്ഞ മിനിറ്റുകൾ മാത്രമാണ് നെയ്മർക്ക് ലഭിച്ചിട്ടുള്ളത്. പരിക്ക് തന്നെയാണ് വില്ലൻ. പൂർണ്ണ ഫിറ്റ്നസ് നെയ്മർ ജൂനിയർ വീണ്ടെടുത്തിട്ടുണ്ട് എന്നാണ് റിപ്പോർട്ടുകൾ ചൂണ്ടിക്കാണിക്കുന്നത്. കാർലോ ആഞ്ചലോട്ടി അത് പറയുകയും ചെയ്തിരുന്നു. പക്ഷേ 90 മിനിറ്റും നെയ്മർ ജൂനിയർ കളിക്കാനുള്ള ഒരു കപ്പാസിറ്റി കൈവരിച്ചിട്ടില്ല എന്നാണ് ഈ പരിശീലകൻ ഇപ്പോൾ പേഴ്സണലി വിശ്വസിക്കുന്നത്. ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു. അടുത്തൊരു വീണ്ടും കാണാം.